ചെറിയൊരു പ്രശ്നം റിലേഷൻഷിപ്പിൽ വരുമ്പോഴത്തേക്കും എന്നാൽ ശരി ബ്രേക്കപ്പ് ആവാം, ഡിവോഴ്സ് ആവാം, അങ്ങനെ പറയുന്ന അത്ര നല്ലതായിട്ടുള്ളൊരു ശീലമല്ല. നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും പറയും ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രേക്കപ്പ് ആവാൻ പോവാണെന്ന് പറയുന്നത്. അപ്പോൾ പറയുക മാത്രമല്ല പാർട്ട്ണറിനോട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിനോടും നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് പാർട്ട്ണറിന് എളുപ്പത്തിൽ തന്നെ ലൂസ് ആവാനുള്ള ചാൻസ് ആണ്. ഇപ്പോൾ ഇമാജിൻ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ നിന്നെ എപ്പോൾ വേണം ഇട്ടിട്ട് പോകുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ വ്യക്തിയിൽ ഒരു വിശ്വാസമേ ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇങ്ങനെ ബ്രേക്കപ്പ് ഡിവോഴ്സ് ഒന്നും ഒരു ത്രെറ്റ് ആയിട്ട് ഒരിക്കലും റിലേഷൻഷിപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ സന്തോഷത്തിൽ എങ്ങനെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നു ഉള്ളതല്ല, ഒരു പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അതാണ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും കോൾ പകുതിയിൽ നിന്ന് കട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക, വിളിച്ച 2-3 ദിവസം ഫോൺ എടുക്കാതിരിക്കുക. ഇങ്ങനത്തെ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനെ ആ ഒരു പ്രശ്നം ഡീൽ ചെയ്യാതിരിക്കുകയാണ്, ഇഗ്നോർ ചെയ്യുക, എനിക്ക് ആ പ്രോബ്ലം ഫേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. നമ്മൾ അപ്പപ്പുള്ള ഇഷ്യൂസ് അപ്പപ്പം തന്നെ ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്രശ്നം വരുമ്പം ഈ പ്രശ്നം പിന്നെയും പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്.